കഥാനുസരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ കൃപവർഷിക്കണമേ, കൃപവർഷിക്കണമേ. കർത്താവേ ലോകമെമ്പാടും ഇരുന്നുകൊണ്ട് ആത്മജ്വാല ശുശ്രൂഷയെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തെ ഇതാ അങ്ങേക്ക് കരങ്ങൾക്ക് വിട്ടുതരുന്നു. കർത്താവ് ലോകമെമ്പാടും എല്ലാ ശുശ്രൂഷകരെയും ധ്യാന മന്ദിരങ്ങളെയും അങ്ങേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങൾ ഇപ്പോൾ എവിടെ ഇരുന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്നുവോ അവിടേക്ക് കർത്താവിൻ്റെ വലിയ കൃപകൾ ഇപ്പോൾ കടന്നു വരട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവൻ മലമുകളിലേക്ക് കയറി വിജനമായ ദേശത്തേക്ക് പോയി അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കർത്താവായ ഈശോയെ, പ്രാർത്ഥനാ വരങ്ങളിൽ ഞങ്ങളെ നീ ജ്വലിപ്പിക്കണമേ. ജ്വലിക്കട്ടെ, 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 ജ്വലിക്കട്ടെ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. ആരാധന, 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 ആരാധന. പൂർണ്ണമായും ആരാധിച്ച് ആരാധന, 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 ആരാധന. മാലാഖമാരോട് ചേർന്ന് ആരാധിച്ച് ആരാധന, 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 ആരാധന. മകളെ, ഈശോ നമ്മെ നോക്കുന്നു ഒന്ന് നോക്കിയേൻ. നമ്മെ കാണുവാനായിട്ട്, നമ്മുടെ സുഖദുഃഖങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈശോ ഇതാ നിൻ്റെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഈശോ ചോദിക്കുന്നു, കുഞ്ഞേ നീ പ്രാർത്ഥിക്കാറുണ്ടോ? കുഞ്ഞേ നീ എന്നെ കാണാറുണ്ടോ? മകളെ, ഇതാ ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഒരു വചനം സന്ദേശം തരുന്നു. പരാജയപ്പെട്ടവൻ്റെ അവസാനത്തെ ആയുധവും പരാജയപ്പെടാൻ ആഗ്രഹമില്ലാത്തവൻ്റെ ആദ്യത്തെ ആത്മീയ ആയുധവുമാണ് പ്രാർത്ഥന. ശ്രദ്ധിച്ചോ നിങ്ങൾ? പരാജയപ്പെട്ടവൻ്റെ അവസാനത്തെ ആയുധവും പരാജയപ്പെടാൻ ആഗ്രഹമില്ലാത്തവൻ്റെ ആദ്യത്തെ ആത്മീയ ആയുധമാണ് പ്രാർത്ഥന. ഇന്ന് ആയിരക്കണക്കിന് മക്കൾ ആത്മജ്വാലയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റ കാര്യം, ഈശോയെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തരണമേ, ഈശോയെ സത്യസന്ധമായി ഒന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു തരണമേ. കർത്താവിൻ്റെ വചനം തരുന്നു. വിലാപത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം തിരുവാക്യം. സീയോൻ പുത്രി കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയുടെ യാമങ്ങളിൽ ആരംഭത്തിൽ എഴുന്നേറ്റ് നീ ഉറക്കെ വിളിക്കുക. കർത്താവിൻ്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. ശ്രദ്ധിച്ചേൻ, നാൽക്കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി അവിടുത്തെ സന്നിധിയിലേക്ക് നീ കരങ്ങൾ ഉയർത്തുക. കരമുയർത്തി നമ്മൾ പ്രാർത്ഥിക്കും, സാഷ്ടാംഗം വീണ് നമ്മൾ പ്രാർത്ഥിക്കും, മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കും, പൊട്ടിക്കരഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും. ഇന്ന് വചനം നമ്മോട് പറയുന്നു, നീ പ്രാർത്ഥിക്കുമ്പോൾ ഉറക്കെ സർവശക്തിയോടെ നീ പ്രാർത്ഥിക്കുക. നിന്റെ കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്, കാരണം ഉറക്കത്തിൽ പോകരുത്. ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക, കാരണം ഈശോ നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ സവിധത്തിൽ വന്ന് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, രക്ഷയിലേക്ക് നയിക്കണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. ആത്മാവിൻ്റെ രക്ഷയിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. അനേകരെ നമുക്ക് സ്നേഹിക്കേണ്ടതുള്ളേ? അനേകരെ നമുക്ക് സഹായിക്കേണ്ടതില്ലേ?
അനേകർക്ക് വേണ്ടി നമുക്ക് സഹിക്കേണ്ടതില്ലേ? അനേകർക്ക് വേണ്ടി പരിഹാരങ്ങൾ ചെയ്യേണ്ടതില്ലേ? ആരോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? നമ്മുടെ പിതാവായ അപ്പച്ചനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓർമ്മിക്കുന്നില്ലേ? ചെങ്കടൽ കടത്തി കൊണ്ടുപോകാനായിട്ട് പിതാവായ ദൈവം ഇടപെട്ടത്. ഇസ്രായേൽ മക്കൾ ചെങ്കടലിൻ്റെ അവിടെ വന്ന് നിന്നപ്പോൾ കടലിൻ്റെ മുമ്പിൽ അവർ പിറുപിറുക്കാൻ തുടങ്ങി. അപ്പോൾ മൂശാ പ്രവാചകൻ വന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, ഇനി എന്താ ചെയ്യേണ്ടത്? പിതാവായ ദൈവം അരുൾപ്പാട് കൊടുത്തു, നിന്റെ കയ്യിലിരിക്കുന്ന അജപാലന ദണ്ഡെടുത്ത് ചെങ്കടലിനെ അടിക്കുക. അടിച്ചു. ചെങ്കടൽ രണ്ടായി പിളർന്നു. ഉണങ്ങിയ നിലത്തെന്ന പോലെ ഇസ്രായേൽ മക്കൾ അതിലൂടെ കടന്നു നീങ്ങി. നീ ഓർമ്മിക്കുന്നില്ലേ? ഭയപ്പെടാതെ ഉറച്ചു നിൽക്കുക. ദൈവം പ്രവർത്തിക്കാൻ പോകുന്ന അത്ഭുത കൃത്യങ്ങൾ നിങ്ങൾ നോക്കി കാണുക. അത് സംഭവിക്കുകയാണ്. ചെങ്കടൽ കടത്തിക്കൊണ്ടുപോയ കർത്താവ്, കാടപ്പക്ഷികളെ നൽകിയ കർത്താവ്, ജലം കിട്ടാതെ വന്നപ്പോൾ ആയിരങ്ങൾക്ക് വെള്ളം കൊടുത്ത കർത്താവ്, ആ കർത്താവിനോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഒരു പക്ഷേ പല വിധത്തിലുള്ള വേദനകളുമായി ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരുണ്ട്. സമ്പത്തില്ല, ദാരിദ്ര്യമാണ്, ആരോഗ്യമില്ല, സൗന്ദര്യമില്ല, ഭയപ്പാടുകളോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ദൈവമായ കർത്താവ് പറയുന്നു, നിന്റെ സങ്കടവേളകളിൽ നീ കരഞ്ഞ് ഉറക്കെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ സവിധത്ത് ഞാനുണ്ടല്ലോ. ആ ദൈവമായ കർത്താവാണ് നമ്മോട് പറയുന്നത്, ചിലപ്പോഴെല്ലാം നമ്മൾ പ്രാർത്ഥിക്കുന്ന മുഴുവൻ കിട്ടണമെന്നില്ല. പ്രാർത്ഥിക്കുന്ന മുഴുവൻ കിട്ടണമെന്നില്ല. എന്തുകൊണ്ടാണ്? പിതാവായ ദൈവം സ്നേഹമുള്ളത് കൊണ്ടാണ്. കാരണം നിനക്ക് ഈ അനുഗ്രഹം കിട്ടിയാൽ ഒരു പക്ഷേ നിന്റെ ആത്മരക്ഷയും അനേകം മക്കളുടെ ആത്മരക്ഷയും നശിക്കാൻ ഇടയുണ്ട് എന്ന് പിതാവായ ദൈവം മനസ്സിലാക്കുന്നുകൊണ്ട് ചില കാര്യങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ കിട്ടണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ അസ്വസ്ഥരായി തീരേണ്ടതില്ല. പിതാവായ ദൈവത്തോടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. രണ്ടാമതായിട്ട് നാം എപ്പോഴൊക്കെ പ്രാർത്ഥിക്കണം? 5-ാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, പ്രഭാതത്തിൽ ഉണർന്ന് നീ പ്രാർത്ഥിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എപ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ എഴുന്നേൽക്കുന്നത്? ഉദയത്തിന് മുൻപ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണരുന്നതിന് മുൻപ് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടികളുടെ മണിമകുടമായ മനുഷ്യൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. പ്രഭാതത്തിൽ ഉണർന്ന് പ്രാർത്ഥിക്കണം. വചനം പറയുന്നത് ഉദയത്തിന് മുൻപേ എഴുന്നേറ്റ് നീ പ്രാർത്ഥിക്കണം. ഓർമ്മയുണ്ടോ? ഇതാ മൂശാ പ്രവാചകൻ 10 കൽപ്പനകൾ സ്വീകരിച്ച് സീനായ് മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ അവിടെ എന്താ കണ്ടത്? ജനങ്ങൾ മുഴുവൻ പാപം ചെയ്ത് ദൈവത്തിനെതിരായി നിൽക്കുകയാണ്. മൂശാ പ്രവാചകൻ തൻ്റെ കയ്യിലിരുന്ന കൽപ്പലക വലിച്ചെറിഞ്ഞു, തകർന്നു പോയി. അതിനുശേഷം വീണ്ടും പിതാവായ ദൈവം മൂശയെ വിളിച്ചു. എപ്പോഴാണെന്നറിയാമോ? വചനം പറയുന്നു, മൂശയോട് പറഞ്ഞു, അതിരാവിലെ എഴുന്നേറ്റ് നിന്റെ കൈകൾ കൊണ്ട് ചെത്തിയെടുത്ത 2 കൽപ്പലകളുമായി നീ കയറി വരിക സീനായ് മലയിലേക്ക്. കണ്ടോ? പ്രഭാതത്തിലാണ് ദൈവത്തിൻ്റെ അരുൾപ്പാടുകൾ നമുക്ക് തരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഇപ്രകാരം തന്നെ ആയിരിക്കണം. പ്രഭാതത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ജ്ഞാനം കിട്ടുമെന്നാണ് വചനം നമ്മെ പഠിപ്പിച്ചു തരുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥന നൽകുന്ന ശക്തി അറിയണമെങ്കിൽ അതിരാവിലെ ഉണർന്ന് എഴുന്നേറ്റ് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒന്ന് പരിശീലിച്ചു നോക്കൂ. ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഈശോയോടൊന്ന് ചോദിച്ചു നോക്ക്. ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, അളവില്ലാത്ത കൃപയൊഴുകുന്ന സമയമാണ് പ്രാർത്ഥനാ സമയം. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പ്രാർത്ഥിക്കുന്ന ഹൃദയം ഒഴുക്കുള്ള ഒരു നദി പോലെയാണ്. അതിനകത്ത് അഴുക്കുണ്ടാകുകയില്ല. മാത്രവുമല്ല, വിശുദ്ധമായ മന്ദിരത്തിൽ കടന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. എവിടെയെങ്കിലും ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ല.
5-ാം സങ്കീർത്തനത്തിൽ പറയുന്നു, വിശുദ്ധ മന്ദിരത്തിൽ കടന്നു എന്ന് നീ പ്രാർത്ഥിക്കണം, ദൈവാലയത്തിൻ്റെ ഉള്ളിൽ കടന്ന് പ്രാർത്ഥിക്കണം. ഇന്നിതാ ദിവ്യകാരണനാഥൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഈശോ പറയുന്നു, നിന്നിലുള്ള 6 കാര്യങ്ങൾ വിട്ടുപേക്ഷിച്ച് നീ പ്രാർത്ഥിക്കാനായിട്ടിരിക്കണം. 1 ദുഷ്ടത, 2 അഹങ്കാരം, 3 നീതികേട്, 4 വ്യാജം പറയൽ, 5 രക്തം ചൊരിച്ചൽ, 6 ചതി. ഈ 6 കാര്യങ്ങൾ കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളാണ്. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പാടെ വിട്ടുപേക്ഷിക്കണം. പിശാച് ഇത് ചെയ്യാനായിട്ട് പ്രോത്സാഹനം നൽകാണ്. എന്നാൽ നമ്മുടെ ഉള്ളിലിരുന്ന് കരയുന്ന ആ കർത്താവിനെ മോനെ മോളെ നീ കണ്ടിട്ടുണ്ടോ? നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, അന്നു ഞാൻ അവരുടെ കഴുത്തിലെ നുകം ഞാൻ നീക്കുകയും കെട്ടുകൾ പൊട്ടിക്കുകയും ചെയ്യും. ഇനിമേൽ അവരെ ആരും മർദ്ദിക്കുകയോ അടിമകളാക്കുകയോ ചെയ്യില്ല. കർത്താവിന്റെ സന്നിധിയിലേക്ക് 2 കരങ്ങൾ നമുക്ക് ഉയർത്താം. 2 കരങ്ങൾ നമുക്ക് സ്വർഗത്തിലേക്ക് ഉയർത്താം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിന്റെ കഴുത്തിലെ നുകം ഞാൻ തകർക്കും. ഏതെങ്കിലും മേഖലകളിൽ നമ്മൾ തെറ്റുകാരാണെങ്കിൽ, കുറവുണ്ടെങ്കിൽ അത് തകർക്കുവാനായിട്ട് പിതാവായ ദൈവം നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ദുഷ്ടതയുടെ കെട്ടുകൾ ഇന്ന് പൊട്ടണം. ദുഷ്ടമായ ചിന്ത, ദുഷ്ടമായ പ്രവൃത്തി, ദുഷ്ടമായ പെരുമാറ്റം, ആർക്കും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിലല്ലേ നിന്റെ രഹസ്യ വ്യാപാരങ്ങൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്തെല്ലാം കുതന്ത്രങ്ങളാണ് നിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത്? ജീവിതത്തിൽ ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കോളം വരെ എത്തിയിട്ടില്ലേ? കരങ്ങളാണ് സ്വർഗത്തിലേക്ക് ഉയർത്തി, കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി യേശുവിനോട് പറയ്, ഈ ദുഷ്ടതയുടെ കെട്ടുകൾ ഇന്ന് പൊട്ടണം. എന്റെ കുടുംബത്ത് ദുഷ്ടത നടമാടുന്നുണ്ടെങ്കിൽ, എന്റെ മക്കളിൽ ദുഷ്ടത നടമാടുന്നുണ്ടെങ്കിൽ ആ കെട്ടുകൾ പൊട്ടിക്കാൻ ഇതാ യേശു നമ്മുടെ പക്കലേക്ക് കടന്നു വരുന്നുണ്ട്. അവന്റെ രക്തത്താൽ, അവന്റെ വചനത്താൽ കെട്ടുകളെല്ലാം പൊട്ടട്ടെ. യേശുവേ, വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു നാമം വിളിക്കുന്നവർക്ക് വിടുതലുള്ളൂ. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരം കൊണ്ട് അനേകം മക്കളെ നമ്മൾ നശിപ്പിച്ചുണ്ടാകാം. പണമുള്ളതുകൊണ്ട് അഹങ്കാരം, പ്രതാപമുള്ളതുകൊണ്ട് അഹങ്കാരം, പ്രശസ്തി ഉള്ളതുകൊണ്ട് അഹങ്കാരം. ഈ അഹങ്കാരം തുടങ്ങുമ്പോൾ കർത്താവ് നമ്മിൽ അകലുകയാണ്. ഇതൊരു ബന്ധനമാണ്, നമ്മൾ തിരിച്ചറിയണം. അഹങ്കാരം ഒരു ബന്ധനമാണ്. ആർഭാട ജീവിതത്തിലേക്കും ലൗകിക ജീവിതത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്ന ഈ അഹങ്കാരത്തിന്റെ കെട്ടുകൾ പൊട്ടിയാൽ മാത്രമേ യേശുവിന്റെ സവിധത്തിലേക്ക് നമുക്ക് കടന്നു വരാൻ സാധിക്കുക. 2 കരം നമുക്ക് ഉയർത്താം. 2 കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹൃദയത്തിൽ എളിമയുടെ വികാരം വന്ന് നിറയ്ക്കുന്നുണ്ട് കർത്താവ്. അഹങ്കാരികളെ കർത്താവ് ചിതറിക്കും. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നെ നിറവേറട്ടെ എന്ന് പറയുന്ന പരിശുദ്ധ അമ്മ ഇപ്പോൾ നിന്റെ സവിധത്തിൽ വന്ന് നിൽക്കുന്നത് ഞാൻ കാണുന്നു. കരമുയർത്തി എല്ലാ കെട്ടുകളും പൊട്ടട്ടെ, തിന്മയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവേ, 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 യേശുവേ. വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാവരും ചേർന്ന് വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. 3ാമത്തെ ബന്ധന മേഖലയാണ് നീതികേട് കാണിക്കുക. മാതാപിതാക്കന്മാർക്ക് അർഹമായത് മാതാപിതാക്കന്മാർക്ക്, സഭയ്ക്ക് അർഹമായത് സഭയ്ക്ക്, സഹപ്രവർത്തകർക്ക് അർഹമായത് കൊടുക്കുക. അർഹമായത് അർഹമായവർക്ക് കൊടുക്കുന്നതാണ് നീതി എന്ന് പറയുന്നത്. നീതികേട് ഒരു ബന്ധനമാണ് പ്രിയപ്പെട്ടവരെ. ഈ നീതികേട് മൂലമായിട്ടാണ് പലതരത്തിലുള്ള തിന്മകൾ ഇന്ന് ലോകത്ത് നടമാടുന്നത്. മാതാപിതാക്കന്മാരോട് നീതി കാണിക്കുന്നുണ്ടോ? അമ്മയോട് നീതി കാണിക്കുന്നുണ്ടോ? ജോലിക്കാരോട് നീ നീതി കാണിക്കുന്നുണ്ടോ? നീതിമാന്റെ ശിരസിൽ ദൈവം അനുഗ്രഹങ്ങൾ വർഷിക്കും. ഇന്ന് നമ്മുടെ കുടുംബത്ത് അനുഗ്രഹം കടന്നു വരാത്തതിന്റെ കാരണം എവിടെയോ നീതികേട് നിന്റെ വാക്കിലും
പ്രവൃത്തിയിലുമുണ്ട്. രണ്ട് കരമുയർത്താം, രണ്ട് കരമുയർത്തുക തന്നെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, നീതിയുടെ പ്രവാചകന്മാരായി, നീതിയുടെ പ്രവാചികളായി ഞങ്ങളെ മാറ്റണമേ. ഞങ്ങളുടെ നീതികേട് ഞങ്ങളിൽ വിട്ടുപോകാൻ നീ തിരുവുള്ളമാകണമേ. ഈ സമയം പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്ന അനീതിയുടെ ദുർഭരണം, അനീതിയുടെ ദുർഭൂതം ഞങ്ങളിൽ നിന്ന് ഈ സമയം തന്നെ യേശു നാമത്തിൽ വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ. തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വ്യാജം പറയുക അതൊരു ബന്ധനമാണ്. നമ്മളിത് തിരിച്ചറിയണം. നുണ പറയുക, ശത്രുത ഉണ്ടാക്കുക, കള്ളക്കേസ് കൊടുക്കുക, കള്ളസാക്ഷിയെ നിൽക്കുക, സമൂഹത്തിൽ കുടുംബത്തിൽ ഭിന്നിപ്പുണ്ടാക്കുക, വ്യാജം പറയുക. കർത്താവിനോടും പ്രാർത്ഥിക്കണം. ഈ ബന്ധനത്തിൽ നമുക്ക് വിടുതൽ നേടണം. രണ്ട് കരം ഉയർത്താം, രണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക. ഒരു പക്ഷെ നിന്റെ ഹൃദയത്തിൽ നിന്നാണ് ഈ വ്യാജം ആരംഭിച്ചത്. അതിന്റെ ഫലമായി എത്രയോ മക്കൾ എവിടെയൊക്കെ കിടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. കർത്താവേ, എന്റെ നാവിനെ ഇതാ നിന്റെ കരങ്ങൾക്ക് ഏൽപ്പിച്ചു തരുന്നു. നുണ പറയുന്ന ഈ സ്വഭാവത്തെ എന്നിൽ നിന്നും പറിച്ചു മാറ്റണമേ. കരങ്ങൾ ഉയർത്തുക തന്നെ സ്തുതിക്കുക. നാവിന്റെ കെട്ടുകൾ അഴിയട്ടെ. നാവിന്റെ കെട്ടഴിഞ്ഞാൽ കുടുംബത്തിന്റെ കെട്ടഴിയും. കുടുംബത്തിന്റെ കെട്ടഴിഞ്ഞാൽ നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ കെട്ടുകൾ അഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ഈ അനീതിയുടെ വ്യാജം പറയുന്നതിന്റെ കെട്ടുകൾ, ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. കൊലപാതകം ഒരു ബന്ധനമാണ്. കൊലപാതകം ഒരു ബന്ധനമാണ്. ഇന്ന് മുഴുവൻ ലോകത്തിൽ മുഴുവൻ എത്രയോ നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു. നിരപരാധികളെ കൊല്ലുക, ക്രൂരമായി കൊല്ലുക, ഒളിച്ചിരുന്ന് കൊല്ലുക, കൊലക്കയറ് വാങ്ങിച്ചു കൊടുക്കുക, വാഹന സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു കൊടുക്കുക. അങ്ങനെ എത്രയോ നിരപരാധികളുടെ ചോര ഇതാ ഉയർന്നു നീതിക്ക് വേണ്ടി നിലവിളിക്കുകയാണ്. ആബേലിന്റെ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ മരിച്ചുപോയിട്ടുള്ള നിരപരാധികൾ കിടന്ന് കരയുകയാണ്. നിന്റെ കൈ അതിന് കൂട്ടുനിന്നിട്ടുണ്ടോ? നിന്റെ ചിന്ത അതിന് കൂട്ടുനിന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു നിരപരാധിയെങ്കിലും കൊല്ലാൻ നീ ഇടവന്നിട്ടുണ്ടോ? അമ്മയുടെ ഗർഭപാത്രം ഒരു ശവപ്പറമ്പാക്കി മാറ്റിയിട്ടുണ്ടോ? ഭ്രൂണഹത്യ, ഗർഭഛിദ്രം ചെയ്തുകൊണ്ട് ഏതെങ്കിലും തിന്മയിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ കരമുയർത്തുക. ഈ സമയം ഈ കെട്ടുകൾ പൊട്ടട്ടെ, ഈ ബന്ധനങ്ങൾ മാറിപ്പോകട്ടെ. രണ്ട് കരങ്ങൾ ഉയർത്താം. രണ്ട് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പൊട്ടിക്കരയുന്ന അമ്മമാരുടെ പക്കലേക്ക് യേശുവിന്റെ സ്നേഹമൊഴുകട്ടെ. അവരുടെ തെറ്റുകളെ കുറിച്ച് പശ്ചാത്തപിച്ച് കരമുയർത്തി കഥാനെ വിളിക്കട്ടെ. നിരപരാധികൾ ആരും തന്നെ ക്രൂശിക്കാതിരിക്കട്ടെ. യേശുവേ, ഞങ്ങളെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന എല്ലാ തിന്മയുടെ ബന്ധനങ്ങൾ, കൊലപാതകത്തിന്റെ ബന്ധനങ്ങൾ ഈ സമയം തന്നെ അഴിയട്ടെ, അഴിയട്ടെ, അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകട്ടെ, വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. എല്ലാവരും ചേർന്ന് വിട്ടുപോകട്ടെ, തിന്മകൾ വിട്ടുപോകട്ടെ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോകട്ടെ. മറ്റുള്ളവരെ ചതിക്കുക അതൊരു ബന്ധനമാണ്. അത് നിന്റെ കുടുംബത്തിലോ നിന്റെ സമൂഹത്തിലോ നിന്റെ സ്ഥാപനത്തിലോ മറ്റുള്ളവരെ ചതിച്ചിട്ടുണ്ടെങ്കിൽ അത് കർത്താവിന് സഹിക്കാൻ പറ്റില്ല. നീ ചതിച്ചതിന്റെ പേരിൽ ആരെങ്കിലും മാനസിക രോഗികളായി തീർന്നിട്ടുണ്ടോ? നീ ചതിച്ചതിന്റെ പേരിൽ ദുഃഖത്തോട് കിടന്നുകൊണ്ട് മുറിയിലും സമൂഹത്തിലും കരഞ്ഞ് ഒരു മാനസിക രോഗിയെ പോലെ നടക്കുന്നുണ്ടോ? അതൊരു ക്രൂരതയല്ലേ പ്രിയപ്പെട്ടവരെ? മറ്റുള്ളവരെ ചതിക്കുക, മറ്റുള്ളവരെ ചതിച്ച് ഏതെങ്കിലും ദുഷ്പ്രവൃത്തികൾക്കായി കൂട്ടിക്കൊണ്ടുപോകുക, അതിന്റെ ഫലമായി എത്രയോ കുടുംബങ്ങളാണ് ഇന്ന് കർത്താവിന്റെ ക്രോധത്തിന്റെ മുമ്പിൽ നിൽക്കുന്നത്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? നമുക്ക് മുട്ടുകൾ കുത്താം, നമുക്ക് മുട്ടുകൾ കുത്തി പ്രാർത്ഥിക്കാം. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് നമ്മോട് പറയുന്നു,
നിങ്ങളുടെ അടിമത്തത്തിന്റെ പാപത്തിന്റെ ദുഃഖത്തിന്റെ കെട്ടുകൾ ഞാൻ പൊട്ടിക്കും, നിങ്ങളെ സ്വതന്ത്രമാക്കി തീർക്കും. അത്ഭുതകരമായ വിടുതൽ ഇന്ന് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന സർവ്വ മക്കളിലേക്കും കുടുംബങ്ങളിലേക്ക് തറവാടുകളിലേക്ക് ഇടവകയിലേക്ക് സഭയിലേക്ക് സമൂഹത്തിലേക്ക് ഒഴുകട്ടെ. കരമുയർത്തുക, ശ്രദ്ധിച്ച് യേശുവേ. അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം. യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ. ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. സഭയുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. കുടുംബങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. ദമ്പതിമാരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. യുവജനങ്ങളുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. സമർപ്പിതരുടെ ബന്ധനങ്ങൾ അഴിയട്ടെ, ബന്ധനമഴിയട്ടെ, കെട്ടുകൾ പൊട്ടട്ടെ. നിന്റെ ദൈവമായ കർത്താവ് നീ ചെയ്യുന്ന എല്ലാ ജോലികളിലും നീ ആരംഭിക്കുന്ന എല്ലാ പ്രവൃത്തികളിലും നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വെറുക്കുന്ന 6 കാര്യങ്ങളിൽ നിന്ന് ഈ സമയം തന്നെ വിടുതൽ കൊടുക്കണമേ, വിമോചനം കൊടുക്കണമേ. എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ചെയ്യുവാൻ നീ ഞങ്ങൾക്ക് മാർഗദീപമായിരിക്കട്ടെ. കരമുയർത്തി കരമുയർത്തി സ്വരമുയർത്തി സ്വരമുയർത്തി വിളിച്ച് ശക്തിയോടെ വിളിക്കുക. കുടുംബത്തിന് 4 അതിർത്തിയുടെ ഉള്ളിൽ നിന്ന് തറവാടിന്റെ എല്ലാ മേഖലകളിൽ നിന്ന് തിന്മയുടെ ശക്തികൾ വിട്ടുപോകട്ടെ. കർത്താവായ ഈശോയെ, 5000-ഓളം വരുന്ന അഭിമന്യ പിതാക്കന്മാരുടെ കൃപ നിന്റെ കുടുംബത്തിൽ വന്ന് നിറയട്ടെ. 5.5 ലക്ഷത്തോളം വരുന്ന വൈദികരുടെ കൃപ നിന്റെ കുടുംബത്തിൽ വന്ന് നിറയട്ടെ. ഡെലിവറൻസിന്റെ കൃപ കിട്ടിയിരിക്കുന്ന വൈദികരോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും